ഹിമസാഗർ എന്ന് പറഞ്ഞ മാവിൻ തൈയാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 2-2.5 വർഷം കൊണ്ടെല്ലാം ഫ്രൂട്ടാവും. നല്ലൊരു ഐറ്റം മാവ് തന്നെയാണ്. ഇതിൽ മറ്റേ കേടെല്ലാം കുറവായിരിക്കും. ഈ പുഴുക്കോടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മാവിൽ കുറവായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 3.5 അടി 4 അടി ഉള്ള പ്ലാന്റ്സാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് നമുക്കൊരു 110 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഹോൾസെയിൽ ആകുമ്പോൾ പിന്നെ കുറയും. അതെ, ഹോൾസെയിൽ ആകുമ്പോൾ പിന്നെ കുറയും. 10,000 ചെടി വേണമെന്ന് വെച്ചാൽ അത്രയുണ്ട്. അതെ, അത്രയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന്റെ പറഞ്ഞു. പിന്നെ ഒരു സാധനം കൂടെ ഇവിടെ ഹോൾസെയിൽ കൊടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ലങ്കാറ. ഇത് ലങ്കാറ. ഇതും അതേ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. നല്ല വലിപ്പമുള്ള. അതെ, നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. ഇതിന്റെ പ്ലാന്റ് സൈസും കണ്ടില്ലേ, പ്ലാന്റ് സൈസും നമുക്കൊരു 3 ഫീറ്റിന് മുകളിലെല്ലാം വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടോ, ഇത് നല്ല ഇതിലൊന്നും നമുക്കൊന്നും ഡാമേജ് വരാനുള്ള സാധ്യതയുള്ളത്. ഇത് കണ്ടോ, ഗ്രാഫ്റ്റൊന്നും എല്ലാം പിടിച്ച് ഗ്രാഫ്റ്റിന്റെ മുകളിലേക്ക് എത്ര 2 ലെയർ 3 ലെയർ എല്ലാം ഉള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം ഉള്ളത്. നഴ്സറിക്കാർക്ക് ഡയറക്റ്റ് വന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട്. അതെ, ഇപ്പോൾ ഇതിൽ വേറെ ഐറ്റം കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മല്ലിക എന്ന് പറയുന്ന പ്ലാന്റ് ഉള്ളത്. മല്ലിക നല്ല മാങ്ങ. അതെ, മല്ലിക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. മല്ലിക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം വെയിൽ കിട്ടണം ഈ മാവ്. അതെ, ഇത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ നല്ല വെയിൽ. ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ട്? ഇതാ തന്നെ, ഇതൊരു 110 രൂപ ആ റേഞ്ചിലെല്ലാം നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ നല്ല സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു 5000 പീസ് ആണെങ്കിലും നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്.